നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പായസവുമായിട്ടാണ്. പായസം എന്ന് കേട്ടാൽ തന്നെ നാവിൽ വെള്ളമൂറുമല്ലേ? ഒരു കപ്പ് പാൽപ്പായസം മുമ്പിൽ കൊണ്ടുവച്ചാൽ ഒറ്റ വലിക്ക് തന്നെ നമ്മൾ മലയാളികൾ കുടിച്ചു തീർക്കും. ഈ പായസം തന്നെ പല തരത്തിലും പല രുചികളിലും തയ്യാറാക്കാം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു ക്യാരറ്റ് പായസവുമായിട്ടാണ്. ഇത് നമുക്കായി ഇന്ന് തയ്യാറാക്കുന്നത് മീന ഭണ്ഡാരിയാണ്. അവരിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് നമുക്ക് വ്യത്യസ്തമായൊരു ക്യാരറ്റ് പായസം എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യമായി ക്യാരറ്റ് പായസം തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്നറിയാം. അതിനായി 1 ലിറ്റർ പാൽ, 2 ഇടത്തരം ക്യാരറ്റുകൾ ചെറുതായി അരിഞ്ഞെടുത്തത്, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 7-8 കശുവണ്ടി, 8 മുതൽ 10 വരെ ഉണക്കമുന്തിരി, 1 നുള്ള് ഏലക്കാപ്പൊടി, 4 ടീസ്പൂൺ പഞ്ചസാര. ഇനി നമുക്ക് ക്യാരറ്റ് പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു പാൻ എടുത്ത് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കശുവണ്ടി ചേർത്ത് നന്നായി വറുത്തെടുക്കണം. കശുവണ്ടിയുടെ നിറം ഏകദേശം മാറി വരുമ്പോൾ തീ കുറച്ച് കശുവണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതേ പാനിലേക്ക് തന്നെ ഉണക്കമുന്തിരിയും ചേർത്ത് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കുക. ക്യാരറ്റ് പായസം തയ്യാറാക്കാൻ ആവശ്യമായ പ്രധാന ചേരുവയായ ക്യാരറ്റ് ചേർക്കുകയാണ് ഇനി അടുത്ത പടി. കശുവണ്ടിയും ഉണക്കമുന്തിരിയും വറുത്തെടുക്കാൻ ഉപയോഗിച്ച നെയ്യിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് ഇളക്കുക. ക്യാരറ്റ് മൃദുവായി വരുമ്പോൾ തീ കുറച്ച ശേഷം പാൽ ചേർക്കാം. വീണ്ടും തീ കൂട്ടിക്കൊടുക്കാവുന്നതാണ്. നന്നായി ഇളക്കി കൊടുക്കണം. പാൽ തിളച്ചു വരുമ്പോൾ തീ ഒരൽപ്പം കുറച്ച ശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക. പാലിൽ കിടന്ന് ക്യാരറ്റ് നന്നായി വേകണം. പാൽ നന്നായി തിളച്ച് പതിയെ വറ്റാൻ തുടങ്ങും. ഏകദേശം ഈ പരുവത്തിലാകുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി വറുത്തു വച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കശുവണ്ടിയും 1 നുള്ള് ഏലക്കാപ്പൊടിയും ചേർക്കുക. വീണ്ടും പായസം ഇളക്കി കൊടുക്കുക. ഈ പരുവം ആകുന്നതുവരെ ഇളക്കണം. സ്വാദിഷ്ടമായ ക്യാരറ്റ് പായസം തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, രുചികരമായ ക്യാരറ്റ് പായസം ഇതാ റെഡി. ഇത് ചെറു ചൂടോടെ നിങ്ങൾക്ക് വിളമ്പാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വിഭവമായി വീണ്ടും വരാം.